ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് അല്ലെങ്കിൽ ബട്ടൺ ഹോൾ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഫ്ലവറിൻ്റെ ഡിസൈൻ എങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ. ഫസ്റ്റ് ഈ ഒരു ഡിസൈനിൽ നമുക്ക് ഫ്ലവറിൻ്റെ ഈ ഒരു പെറ്റലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഈ പെറ്റലിൻ്റെ ഇന്നർ ലൈനിൽ നിന്ന് ഔട്ടർ ലൈനിലേക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഈ ഒരു പെറ്റലിൻ്റെ താഴ്ഭാഗത്തു നിന്ന് ഔട്ടർ ലൈനിലേക്കാണ് ഓരോ സ്റ്റിച്ചുകളും ഇങ്ങനെ ഫില്ലിങ് കൊടുക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സാറ്റിൻ സ്റ്റിച്ച് ചെയ്തപ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഒരു ഡിസൈനും വരുന്നത്. അതായത് ഇതിൻ്റെ ഇന്നർ ലൈനിനേക്കാൾ കൂടുതലാണ് ഈ ഒരു പെറ്റലിൻ്റെ ഔട്ടർ ലൈന് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡിസൈനുകൾ ചെയ്യുന്ന സമയത്ത് എല്ലാ സ്റ്റിച്ചുകളും ഇന്നർ ലൈനിലേക്ക് തന്നെ കൊടുക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ലോങ് ആൻഡ് ഷോർട്ട് മെത്തേഡിലാണ് സ്റ്റിച്ചുകൾ അറേഞ്ച് ചെയ്തിരുന്നത്. ആ ഒരു മെത്തേഡിൽ തന്നെയാണ് ഈ ബ്ലാങ്കറ്റ് സ്റ്റിച്ചും കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ ഇവിടെ സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ 2 അല്ലെങ്കിൽ 3 ഇഴ നൂലിലാണ് ഡിസൈൻ കൊടുക്കുന്നത് നല്ലത്. ഞാനിപ്പോൾ ഇവിടെ 3 ഇഴ നൂലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഓരോ സ്റ്റിച്ച് ചെയ്യുമ്പോഴും നൂല് എപ്പോഴും സൂചിയുടെ താഴെ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. ബട്ടൺ ഹോൾ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിസൈൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇതിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്, ഓരോ സ്റ്റിച്ച് ചെയ്യുമ്പോഴും അതിൻ്റെ ആ ഔട്ടർ ലൈനിലും കൂടെ ഒരു സ്റ്റിച്ച് എക്സ്ട്രാ ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതാണ് ഈ സ്റ്റിച്ചിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിൽ, അതായത് ഓരോ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഒന്ന് ചെറുതാണെങ്കിൽ അടുത്തത് വലുത്, പിന്നെ ഒന്ന് ചെറുത് അടുത്തത് വലുത്, ഈ ഒരു രീതിയിൽ മുഴുവനായിട്ടും ഈ ഒരു ഫ്ലവറിൻ്റെ എല്ലാ പെറ്റലും ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സാറ്റിൻ സ്റ്റിച്ചിൽ ചെയ്യുന്നത് പോലെ തന്നെ ഓരോ സ്റ്റിച്ച് ചെയ്യുമ്പോഴും മാക്സിമം അടുപ്പിച്ച് സ്റ്റിച്ചുകൾ കൊടുക്കുക കേട്ടോ. ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ആ ലാസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് താഴേക്ക് നൂല് എടുത്തിട്ടാണ് സ്റ്റിച്ച് അവസാനിപ്പിക്കേണ്ടത് കേട്ടോ. ഇവിടെ ഈ ഒരു ഡിസൈനിൽ നമുക്ക് ഈ ഒരു 2 പെറ്റലിൻ്റെ കുറച്ച് ഭാഗം അതിൻ്റെ തൊട്ടടുത്തുള്ള ഫ്ലവറിൻ്റെ പെറ്റലുകൊണ്ട് മറഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ബട്ടൺ ഹോൾ സ്റ്റിച്ച് കൊടുക്കാതെ നമുക്ക് സാറ്റിൻ സ്റ്റിച്ച് കൊണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. കാരണം ആ ബട്ടൺ ഹോൾ സ്റ്റിച്ച് അവിടെ കൊടുക്കുന്ന സമയത്ത് അതല്ലല്ലോ അതിൻ്റെ ഔട്ടർ ലൈന് അവിടെ അല്ലല്ലോ വരുന്നത്. അപ്പോൾ അതൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്ത് സാറ്റിൻ സ്റ്റിച്ച് കൊണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ സെൻട്രൽ പോർഷന് ഫ്രഞ്ച് നോട്ട്സ് വെച്ചിട്ട് ഫില്ലിങ് ചെയ്ത് കൊടുക്കാൻ. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ് കേട്ടോ ഈ ഫ്രഞ്ച് നോട്ട്.
നമ്മൾ ചെയ്യാനുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് ഈ ഫ്രഞ്ച് നോട്ട്. എളുപ്പത്തിൽ ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും. ഫ്രഞ്ച് നോട്ട്സ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നൂല് സൂചിയിൽ ചുറ്റി കൊടുക്കുന്ന ആ സമയത്ത് ഭയങ്കര ഓവർ ടൈറ്റായിട്ട് നൂല് ചുറ്റി കൊടുക്കാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ സൂചി നൂലിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ കുറച്ച് പ്രയാസപ്പെടും. ആ സമയത്താണ് നമ്മൾ അധികമായിട്ട് വലിക്കും ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ ഒരു സ്റ്റിച്ച് നമുക്ക് താഴേക്ക് വലിഞ്ഞു വരാനും പിന്നെ കെട്ട് വരാനൊക്കെ ഉള്ള ചാൻസ് കൂടുതൽ വരുന്നത്. അപ്പോൾ ഒരു ചെറിയ നമുക്ക് ആ സ്മൂത്തായിട്ട് സൂചിയിൽ നിന്ന് നൂല് ഇറങ്ങി പോകാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു ടൈറ്റിൽ, അധികം ലൂസിലും അല്ല ചെറിയൊരു ലൂസിൽ വേണം നൂല് സൂചിയിൽ ചുറ്റി കൊടുക്കാൻ. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഫ്രഞ്ച് നോട്ട്സ് ചെയ്യുമ്പോൾ എപ്പോഴും 2 കൈ യൂസ് ചെയ്തിട്ട് വേണം സ്റ്റിച്ചുകൾ ചെയ്യാൻ. ഒരു കൈ നമ്മൾ സൂചിയിൽ നൂല് ചുറ്റാനും മറ്റേ കൈ കൊണ്ട് നമ്മൾ ആ ഒരു ത്രെഡിനെ ഹോൾഡ് ചെയ്ത് വെക്കണം. ലാസ്റ്റ് ആ ത്രെഡിൻ്റെ അറ്റത്തെത്തുന്ന സമയത്താണ് അതിനെ റിലീസ് ചെയ്ത് കൊടുക്കേണ്ടത്. അത്രയും സമയം നമ്മൾ ആ ഒരു ത്രെഡ് ഹോൾഡ് ചെയ്ത് വെച്ചാലാണ് കറക്റ്റ് ആ ഒരു ഒരേ ടൈറ്റിൽ നമുക്ക് സ്റ്റിച്ചുകൾ കിട്ടുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലേക്ക് പിന്നീട് സ്റ്റിച്ച് എൻഡ് ചെയ്യാൻ പാടില്ല. അത് സ്റ്റാർട്ടിങ് പോയിന്റിൻ്റെ തൊട്ടടുത്ത് ഒരു 1-2 ഇഴ നീക്കിയിട്ട് വേണം എൻഡിങ് പോയിന്റ് സ്റ്റിച്ച് ചെയ്യാൻ. പിന്നെ ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല തിക്നെസ് കൂടുതലുള്ള സൂചി സെലക്ട് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഫ്രഞ്ച് നോട്ട്സ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അങ്ങനെ ഫ്രഞ്ച് നോട്ട്സ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷനൊക്കെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്, ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫ്ലവറിനെ ഒരു 3D എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ഷെയ്ഡിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ജസ്റ്റ് ഈ സ്ട്രൈറ്റ് സ്റ്റിച്ചുകൾ വെച്ചിട്ട് ഈ ഒരു ത്രെഡിൽ നിന്ന് കോൺട്രാസ്റ്റ് ആയിട്ട് അതിൻ്റെ ലൈറ്റ് കളർ ഷെയ്ഡ് എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് സ്ട്രൈറ്റ് സ്റ്റിച്ചുകൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ ഇപ്പോൾ ഈ ഒരു 2 ഫ്ലവറും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ലീഫ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ടും ബട്ടൺ ഹോൾ സ്റ്റിച്ച് തന്നെ യൂസ് ചെയ്തിട്ടാണ് ലീഫും ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഈ ലീഫിൻ്റെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ലീഫിനെ സെൻറ്ററിലൂടെ ഒരു ലൈൻ വെച്ചിട്ട് 2 ഭാഗങ്ങളാക്കിയിട്ട് തിരിക്കുകയാണ്. അവിടുന്ന് ആ സെൻട്രൽ ലൈനിൽ നിന്ന് ഔട്ടർ ലൈനിലേക്ക്, ലീഫിൻ്റെ ഔട്ടർ ലൈനിലേക്കാണ് സ്റ്റിച്ചുകൾ ഓരോന്നും ചെയ്ത് കൊടുക്കുന്നത്. ലീഫിൻ്റെ ഒരു പകുതി ആദ്യം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫില്ലിങ് കൊടുക്കുന്ന സമയത്ത് ഓരോ സ്റ്റിച്ചും ചെറിയൊരു ചെരിവോട് കൂടിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ ലീഫിൻ്റെ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ മറ്റേ സൈഡും ഫില്ല് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ടോപ്പിൽ നിന്ന് താഴേക്ക് വരുന്ന രീതിയിലാണ് സ്റ്റിച്ചുകൾ കൊടുക്കേണ്ടത്. ലീഫുകൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ചെരിഞ്ഞ സ്റ്റിച്ചുകൾ കൊടുക്കാൻ നോക്കാം. അപ്പോഴാണ് ആ കറക്റ്റ് ലീഫിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. അല്ലാതെ സ്ട്രൈറ്റ് സ്റ്റിച്ചുകൾ ഇങ്ങനെ കൊടുത്ത് നേരെ സ്റ്റിച്ചുകൾ കൊടുക്കാൻ പാടില്ല. എപ്പോഴും അതിൻ്റെ ആ ഒരു
മറ്റേ കൂർത്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ ലീഫിൻ്റെ, ആ ഒരു ഭാഗത്തേക്ക് എപ്പോഴും ചെരിച്ച് സ്റ്റിച്ചുകൾ കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഈ ഒരു ലീഫ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ലീഫ് സ്റ്റിച്ച് അല്ലെങ്കിൽ ഫിഷ് പോൺ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഫില്ലിങ് കൊടുക്കുന്നത്. അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ലീഫിൻ്റെ എൻഡിങ്ങിന് സെൻറ്ററിലേക്ക് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ആ സ്റ്റിച്ചിൻ്റെ രണ്ട് സൈഡിൽ നിന്നും ആദ്യം ഒരു സൈഡിൽ നിന്ന് സെൻറ്ററിലേക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ മറ്റേ സൈഡിൽ നിന്ന് സെൻറ്ററിലേക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അങ്ങനെ രണ്ട് സൈഡും മാറി മാറി ഇങ്ങനെ സെൻറ്റർ ലൈനിലേക്ക് സ്റ്റിച്ചുകൾ ഇട്ട് കൊടുക്കുന്നതിനെയാണ് ഫിഷ് ബോൺ സ്റ്റിച്ച് അല്ലെങ്കിൽ ലീഫ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ചുകൾ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്.
ഒരു കുഞ്ഞു കുഞ്ഞു ലീവ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേസി ഡേസി സ്റ്റിച്ചുകളാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഫ്ലവേഴ്സ് ചെയ്യാൻ മാത്രമല്ല, ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ലീവ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഇതുപോലെ ലേസി ഡേസി സ്റ്റിച്ചുകൾ യൂസ് ചെയ്യാം. ഈ ലേസി ഡേസി ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് ഓരോരോ ചെയിൻ സ്റ്റിച്ചുകൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ചെയിൻ സ്റ്റിച്ചുകൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഓരോ ചെയിൻ സ്റ്റിച്ചുകളാണ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ സിംഗിൾ ചെയിൻ അല്ലെങ്കിൽ ഡിറ്റാച്ച്ഡ് ചെയിൻ സ്റ്റിച്ച് എന്ന പേരിലൊക്കെ ഈ ലേസി ഡേസിനെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ഡിസൈനിൻ്റെ എല്ലാ ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കംപ്ലീറ്റ് ലുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.